ഐസ്ക്രീം കോൺ എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുക നോക്കാം. കുറഞ്ഞ ചേരുവ വെച്ചിട്ട് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. നല്ല ക്രിസ്പിയും ക്രഞ്ചി ആയിട്ടുള്ള കോൺസാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ മുഴുവനായിട്ട് കാണുക. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യണേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 വലിയ മുട്ട, അതിൻ്റെ വെള്ളയാണ് എടുത്തത്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ പാല്, 1/2 ടീസ്പൂൺ വാനില എസൻസ്, ഒരു പിഞ്ച് ഉപ്പും ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യാം, അതില്ലെങ്കിൽ ഫോർക്ക് ഉപയോഗിച്ചാൽ മതിയാവും. പാലും മുട്ടയും റൂം ടെമ്പറേച്ചറിലുള്ളത് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാം. പിന്നെ ഒരു 11 ടേബിൾ സ്പൂണോളം മൈദയാണ് യൂസ് ചെയ്തത്. അത് നല്ലോണം സ്ട്രെയിൻ ചെയ്തിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ യൂസ് ചെയ്യുന്നത് കൊണ്ട് കട്ടകളൊന്നും ഇല്ലാതെ കിട്ടും മൈദ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തതാണ് ചേർത്ത് കൊടുത്തത്. അതില്ലെങ്കിൽ നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഉപയോഗിച്ചാലും മതിയാവും. ഇനി ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ഫ്രൈ പാനിൽ ഒഴിച്ചിട്ട് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് യൂസ് ചെയ്യുന്നത്. അത് നല്ല ലോ ഫ്ലെയിമിലൊന്ന് ചൂടാക്കി എടുക്കാം. എന്നിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ബാറ്റർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ. തിന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 4 മിനിറ്റ് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. ചെറുതായിട്ടൊരു ബ്രൗൺ നിറമാകുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് 1 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇനി പാനിന്ന് എടുത്ത ഉടനെ തന്നെ ഇത് ഷേപ്പ് ചെയ്തെടുക്കാം. കാരണം പാനിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ ഇത് ക്രിസ്പി ആയി മാറും. അപ്പം പെട്ടെന്ന് തന്നെ ഷേപ്പ് ചെയ്തെടുക്കണം. ഇനി അടുത്ത ബാച്ചും ഇതേപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ബാറ്റർ പാനിൽ ഒഴിച്ചിട്ട് തിന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു 4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ചെറുതായിട്ട് ബ്രൗൺ നിറം വരുമ്പോൾ ഒന്ന് മറിച്ചിട്ടിട്ട് 1 മിനിറ്റ് അടുത്ത സൈഡും കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഷേപ്പ് ചെയ്തിട്ട് ഒരു കോൺ ഷേപ്പ് ആക്കി കൊടുക്കാം. ഞാനിവിടെ 4 കോൺസ് ഉണ്ടാക്കിയിട്ട് ബാക്കി വന്ന മിക്സ് ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ മൂടി വെച്ചിട്ട് ഇതൊരു 7 ദിവസം ഫ്രിഡ്ജിൽ കേടുകൂടാതെ സൂക്ഷിക്കാം. അപ്പോൾ കോൺ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ഡെക്കറേഷൻ കൊടുക്കാൻ വേണ്ടി ഞാൻ ചോക്ലേറ്റ് സോസിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇത് ഡയറക്റ്റും കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും നമ്മളെ കോണ്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ഷുഗർ ബോൾസ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കോണ്. അപ്പോൾ എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.